നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം. ഡിയർ ഡോക്ടർ ബ്രോട്ട് യു ബൈ ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, പാലക്കാട്, കോഴിക്കോട്, തിരൂർ, ആലത്തൂർ, നെമ്മാറ, തൃശൂർ, കോയമ്പത്തൂർ. നമസ്കാരം. ഡിയർ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലിലെ മെഡിക്കൽ റെറ്റിന സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ശ്രുതി സ്വാമിനാഥൻ ആണ്. ഡോക്ടറെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡയബറ്റീസ് മൂലം കണ്ണിലെ കാഴ്ചശക്തി എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോക്ടറിനോട് ഇരിക്കുന്നത്. പ്രേക്ഷകർ കുറെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഡയബറ്റിക്സ് മൂലം കണ്ണിലെ കാഴ്ചശക്തി എങ്ങനെ ബാധിക്കുന്നു, അത് വരാൻ കാരണങ്ങൾ എന്താണ് എന്നെല്ലാം കുറെ പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട്. എന്താണ് മാഡം ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ലോങ് ടേം ആയിട്ട് ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആയിട്ട് കാലഘട്ടങ്ങളായി കാലക്രമേണ നമ്മുടെ ശരീരത്തിൽ ഡയബറ്റീസ് ബാധിച്ചതിൻ്റെ ഒരു മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ നമുക്ക് ഡയബറ്റീസ് എന്താണെന്നും എത്രത്തോളം അതൊരു പാൻഡമിക് അല്ലെങ്കിൽ ഒരു മഹാവ്യാധി പോലെ നമ്മുടെ പോപ്പുലേഷനിൽ സ്ലോ ആയിട്ട് നമ്മളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഡയബറ്റീസിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഡയബറ്റീസ് 90% നമുക്കൊരു അക്വയർഡ് പാറ്റേണിൽ വരുന്നതാണ്. നമ്മുടെ ഇന്നത്തെ ഒരു അഡ്വാൻസ് ടെക്നോളജിയും എല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, നമ്മളുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ പാറ്റേൺ, പിന്നെ നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ്, ഓക്കെ, പലതരം ഹൈ കാലറി ഇൻടേക്ക്, എക്സസൈസ് കുറവായ ഒരു വർക്ക് പാറ്റേൺ, ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡയബറ്റീസ് ആണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്. ഇതല്ലാണ്ട് നമ്മൾ കാണുന്നത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ഇത് യങ് ഓൺസെറ്റ് ഡയബറ്റീസ് എന്ന് പറയും. നമുക്ക് നമ്മളുടെ ഓർഗൻ പാൻക്രിയാസിൽ വേണ്ടത്ര ഇൻസുലിൻ, അത് പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത ഒരു കണ്ടീഷനാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ അത് വേറെ ഒരു സെഗ്മെൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ്. ടൈപ്പ് 2 ഡയബറ്റീസ് ആണ് നമുക്ക് ബ്രോഡ് സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. തേർഡ് നമ്മൾ കാണുന്ന ഒരു ടൈപ്പ് ഡയബറ്റീസ് എന്ന് പറയുന്നത് GDM. പ്രഗ്നൻസിയിൽ ബേബി ബെഡ്, പ്ലാസൻറ്റ എന്ന് പറഞ്ഞൊരു ബെഡിലാണ് നമുക്ക് അതിൽ നിന്നാണ് ന്യൂട്രീഷൻ കിട്ടുന്നത് ബേബിക്ക്. അതിലുണ്ടാവുന്ന ഹോർമോൺസിലൊരു ഇംബാലൻസ് കാരണം വരുന്ന ജസ്റ്റേഷണൽ ഡയബറ്റീസ് ആണ് തേർഡ് ടൈപ്പ് ഓഫ് ഡയബറ്റീസ്. പിന്നെ നമ്മൾ കാണുന്ന ഒരു ഡയബറ്റീസ് എന്ന് പറയുന്നത് പല ട്രീറ്റ്മെൻറ്റ് കാരണം സ്റ്റിറോയിഡ്സ്, പിന്നെ ഹൈപ്പർ ടെൻഷൻ, കൊളസ്ട്രോൾ, ഹൈപ്പർലിപ്പിഡീമ, ഇങ്ങനെ കൊഴുപ്പ് സംബന്ധമായ രോഗങ്ങൾ കാരണം അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണ് ഡയബറ്റീസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡയബറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിലും മേജറായിട്ടുണ്ടാവുന്നത് നമ്മൾ അളവിൽ കൂടുതൽ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ രക്തക്കൊഴലിലൂടെ ഇങ്ങനെ ഒഴുകി പോവുകയാണ്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള വേണ്ടത്ര ഒരു ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനാണ് ഡോക്ടർമാർ അതിന് വേണ്ട മരുന്നുകളും ഇൻസുലിൻ നമുക്ക് തരുന്നത്. അപ്പോൾ ഇത് ഒരു ബേസിക് കോൺസെപ്റ്റാണ്. അതല്ലാണ്ട് നമ്മുടെ ലിവർ, മസിൽ, ഫാറ്റ് ഇതിനൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ തിരിച്ചും ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ഫാക്ടേഴ്സ്, കൂടുതൽ ഗ്ലൂക്കോസ് റിലീസ് ആയിക്കൊണ്ടേയിരിക്കുന്നു, അപ്പുറത്ത് വേണ്ടത്ര ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ക്ലിയർ ആയിട്ട് ഈ ഒരു ഇംബാലൻസ് ആണ് നമുക്ക് ഡയബറ്റീസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇതേ ഒരു പ്രക്രിയയാണ് കണ്ണിലും നടക്കുന്നത്. അപ്പോൾ കണ്ണിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ കണ്ണിൻ്റെ നോർമൽ ഞരമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന എന്ന് പറയുന്ന ഒരു ഏരിയ. ഇത് നമ്മൾ ലെയേഴ്സ് ആയിട്ട് ഒറ്റ ഫോട്ടോ ആയിട്ട് കാണുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് കണ്ണിൻ്റെ നടുഞരമ്പ്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് 2 വെസൽസ് ആണ് വരുന്നത്, ആർട്ടറി, വെയിൻ. അപ്പോൾ ഈ രക്തക്കൊഴലിലൂടെ നോർമലായിട്ടുള്ളൊരു ബ്ലഡ് ഫ്ലോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ് ഒക്കെ ബാധിക്കുമ്പോൾ ഒരു ഫ്ലോവിനെ നമ്മൾ എഫക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിലൊരു ഇംബാലൻസ് വരുമ്പോൾ എന്താവും? ഒന്നല്ലെങ്കിൽ ആ ഒരു ഫോഴ്സ്, അതിലൊരു മാറ്റം വരുന്നു, ഓക്സിജൻ കപ്പാസിറ്റി കുറയുന്നു. ഓക്കെ, ഇതിൽ കുറേ ലിപ്പിഡ്സ്, പ്രോട്ടീൻസ് അല്ലെങ്കിൽ കൊഴുപ്പായ കാര്യങ്ങൾ ഈ ബ്ലഡിലൂടെ ഒഴുക്കുമ്പോൾ ആ ഒരു പൈപ്പിലൂടെ ഒരു വെള്ളം പോകുന്ന പോലെയാണ്. അപ്പോൾ അതിൽ ഒരു ഇംബാലൻസ് വരുമ്പോൾ അത് ബ്രേക്ക് ആവുന്നു, പുറത്തേക്ക് ലീക്ക് ആവുന്നു. അപ്പോൾ നമ്മൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു ഫോട്ടോ കാണുമ്പോൾ നമ്മൾ ആ നോർമലിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഫോട്ടോ ആണ് ഇത്. ഇതിൽ നമ്മൾ എന്താ കാണുന്നത്? കുറേ ബ്ലീഡിങ് പോയിന്റ്സ്, ഈ രക്തം പുറത്തേക്ക് പല ഏരിയാസായിട്ട് ബ്ലീഡ് ചെയ്ത് വരുന്നു. ഇതാണ് ഡയബറ്റീസിൽ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മളിതിനെ നോൺ പ്രോളിഫറേറ്റീവ് എന്ന് പറഞ്ഞ് 2 ക്ലാസിഫിക്കേഷൻ
കോംപ്ലിക്കേഷനിലാണ് കാണുന്നത്. അപ്പോൾ ബ്ലീഡിങ് പോയിന്റ്സ് നമ്മൾ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡ്യൂറേഷൻ ലോങ് ടേം ആയിട്ട് ഷുഗർ ഉണ്ട്, ഫ്ലക്ച്വേഷൻ കൂടുതലാണ്, മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലും ഒരു കൺട്രോൾ ഇല്ല, ആ ഒരു രീതിയിൽ കാണപ്പെടുന്ന ഒരു ചേഞ്ചസ് ആണ് നമ്മൾ കണ്ണിൽ ഇത് ഈ റെറ്റിന ചേഞ്ചസ് എന്ന് പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് അഖില ചോദിച്ച പോലെ എങ്ങനെയാണ് ഇത് പേഷ്യന്റിന് പ്രസന്റ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് സ്ഥിരമായിട്ട് വരുന്ന ഒരു പേഷ്യൻസ്, ഡോക്ടർ എനിക്ക് 8 years 10 years ആയിട്ട് ഷുഗർ ഉണ്ട്, ഞാൻ ഗ്ലാസസ് പോയി ഇപ്പോൾ ഒപ്റ്റിക്കൽ ഷോപ്സിലോ അങ്ങനെ വേറെ സ്ഥലങ്ങളിൽ പോയിട്ട് അവർ ചെക്ക് ചെയ്യുന്നു. 2 or 3 തവണ ഞാൻ ഗ്ലാസ് ചെക്ക് ചെയ്തിട്ടും എനിക്ക് കാഴ്ച മങ്ങുന്നു. പക്ഷെ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് ഷുഗറിന് വേണ്ടിയിട്ട്, എൻ്റെ ഷുഗർ കൺട്രോളാണ്, എൻ്റെ ഫാസ്റ്റിംഗ് നോർമലാണ്. ഇങ്ങനെയാണ് നമ്മുടെ അടുത്ത് പേഷ്യൻസ് വരിക. അപ്പം നമ്മൾ അവരുടെ മരുന്ന് ഒറ്റിച്ച് ഡീറ്റെയിൽ ആയിട്ട് 1 hour അവരെ ഇരുത്തിയിട്ടാണ് നമ്മൾ ഈ എക്സാമിനേഷൻ ക്ലിനിക്കലി OPD ചെയ്യുന്നത്. ഇത് ജനറൽ വിഭാഗത്തിലെ ഡോക്ടേഴ്സ് ജനറൽ ഓഫ്താലും ചെയ്യും. ഇതിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗമാണ് റെറ്റിന എന്ന് പറഞ്ഞ സെഗ്മെന്റ്. അപ്പം നമ്മൾ ഇത് കാണുമ്പോൾ ഇവരുടെ അടുത്ത് ഇത് അവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ഏർലി സ്റ്റേജ് ആകുമ്പോൾ ചെറിയ ചെറിയ ബ്ലീഡിങ് പോയിന്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതെന്ന് പറയുന്ന ഈ പിക്ചറിൽ നമ്മൾ കാണുന്നത് കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജ് ആണ്. അപ്പോൾ ഈ നടുഞരമ്പിൽ കറക്റ്റായിട്ട് വെളിച്ചം പോയി നടുഞരമ്പിൽ വീണാൽ മാത്രമേ നമുക്ക് കാഴ്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പേഷ്യൻ്റ് എന്താവും സെൻട്രൽ ഏരിയ ആയിരിക്കും മങ്ങുന്നത്. ഓക്കെ, ഇതിൻ്റെ കുറച്ചൊരു അഡ്വാൻസ് സ്റ്റേജിൽ നമ്മുടെ അടുത്ത് പേഷ്യൻ്റ് വരാം. ഇതാണ് അടുത്ത സ്റ്റേജ്, PDR എന്ന് പറഞ്ഞാൽ പ്രോലിഫറേറ്റീവ് സ്റ്റേജ്. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളുടെ ബോഡി ഏതായാലും നമുക്ക് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രതിരോധം ഉണ്ടാക്കാൻ നോക്കും. അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള വെസൽസ് അല്ലെങ്കിലും ഇതിൽ സ്ട്രെങ്ത് കുറവുള്ള വെസൽസ് ബോഡി തന്നെ ഉണ്ടാക്കും. എന്തുകൊണ്ടാ വെച്ചാൽ ഓക്സിജൻ കിട്ടുന്നില്ല റെറ്റിനയ്ക്ക്. അപ്പോൾ ഈ ബ്ലഡ് സപ്ലൈ കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ വെസൽസ് ബോഡി തന്നെ ഉണ്ടാക്കും. പക്ഷേ ഈ പേഷ്യൻ്റ് എന്താ സംഭവിക്കുക വെച്ചാൽ അവർക്ക് അത്യാവശ്യം കാഴ്ച ഉണ്ടാവും, ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് നടക്കുന്നുണ്ടാവും. അവർ എന്തെങ്കിലും ഒരു എക്സസൈസോ ഒരു വെയിറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ അവർ കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ വേറെ എന്തെങ്കിലും ഒരു ഇത് കാരണം സ്ട്രെയിൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കണ്ണിന്റെ രക്തക്കൊള്ളുകൾക്ക് തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല. നമ്മുടെ നോർമൽ പാറ്റേണിൽ വരുന്ന ബ്ലഡ് വെസൽസിന്റെ ഇത് ഇതിനുണ്ടാവില്ല. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? ഇത് അങ്ങനെ അങ്ങോട്ട് ബ്ലീഡ് ആവും. അങ്ങനെയാണ് പേഷ്യൻസ് നമ്മുടെ അടുത്ത് വന്നതിൽ എനിക്കൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് കണ്ണിൽ ഒരു ഇരുട്ട് പോലെ അല്ലെങ്കിൽ ഒരു വാറാമല പോലെ കാണാൻ തുടങ്ങിയത്. നമ്മൾ അവരുടെ ഡയബറ്റിക് ഹിസ്റ്ററി ചോദിച്ചാൽ അവർ പറയും എൻ്റെ ഫാസ്റ്റിംഗ് ഓക്കെയാണ്, ഞാൻ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവരുടെ കണ്ണിന്റെ ഞരമ്പിന്റെ ഫോട്ടോ എടുത്ത് കാണിക്കുമ്പോഴായിരിക്കും അവർക്ക് അതിന്റെ കൂടുതൽ സ്കാനിങ് ഒക്കെ ചെയ്ത് കാണുമ്പോഴായിരിക്കും സീരിയസ്നെസ് മനസ്സിലാവുക. ഇത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഒരു ആവറേജ് ഗ്ലൂക്കോസ് 3 മാസത്തിന്റെ ഒരു ആവറേജ് ഗ്ലൂക്കോസ് HbA1c എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്. അതൊക്കെ നമ്മളൊരു ടാർഗറ്റ് ലെവലിൽ മെയിൻറ്റെയിൻ ആയാൽ റെറ്റിനോപ്പതിയുടെ ചാൻസസ് കൂടുതലാണ്. നമുക്ക് ഈ ആവറേജ് ഗ്ലൂക്കോസ് ലെവൽ എന്ന് പറഞ്ഞാൽ HbA1c അറൌണ്ട് 6.5 വരെയാണ്. നമ്മൾ 5.6 to 6.5 വരെയാണ് പ്രീ ഡയബറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുക. ഒരു ഹെൽത്തി ഇൻഡിവിജ്വലിന് 5.6 പാടുള്ളൂ. ഡയബറ്റിക് പേഷ്യൻസിന് നമ്മൾ എന്താ പറയുക, ബിലോ 7 മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതിൽ 1% പോലും കൂടിയാൽ ഈ റെറ്റിനോപ്പതി വരാനുള്ള ചാൻസ് 40%. അപ്പം നമ്മുടെ ICMR പ്രകാരം നമുക്ക് ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ പോപ്പുലേഷനിൽ ക്ലോസ് ടു 10 crores ആണ് ഡയബറ്റീസ് ആയിട്ട് ഇരിക്കുന്നത്. അതിൽ WHO ഡേറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ 25 million പോപ്പുലേഷൻ പ്രീ ഡയബറ്റിക്, നമ്മുടെ യങ് ആയ ആൾക്കാർ ഡയബറ്റീസ് ഉണ്ടോയെന്ന് പോലും അറിയാണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇതിനാണ് പ്രീ ഡയബറ്റിക് സ്റ്റേജ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ഇതിൻ്റെ പെത്തോളജി, ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡയബറ്റിക് രോഗികൾക്ക് കണ്ണുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് ഡോക്ടർ കൊടുക്കുന്നത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് ചോദിക്കുമ്പോൾ നമ്മൾ ഡയബറ്റിക് ആണോ എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ഒരു 30 years പോലും പറയാൻ പാടില്ല. ഐഡിയലി നമ്മൾ 20-22 വയസ്സ് കഴിഞ്ഞിട്ട് പോലും ജനങ്ങളിൽ ഷുഗർ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സപ്പോസ് ഒരു നല്ലൊരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി, നിങ്ങളുടെ കുടുംബത്തിൽ ഫാദർ മദർ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്സിനൊക്കെ ആസ് എൻ ബ്രദറിൻ്റെ ബ്രദേഴ്സ്, അവരൊക്കെ അച്ഛൻ്റെ ബ്രദേഴ്സ് അമ്മയുടെ സിബ്ലിങ്സിലൊക്കെ നല്ല ഹൈ അഡ്വാൻസ് ഡയബറ്റീസ്
മെഡിസിൻ അവരെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടിയും അലേർട്ടായിരിക്കണം. ഓക്കെ, അപ്പം നമ്മളൊരു റുട്ടീൻ സ്ക്രീനിങ് പോലെ തന്നെ നമ്മുടെ ഷുഗർ എത്രയുണ്ട്, പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു റാൻഡം സാമ്പിൾ എടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ അന്ന് കഴിച്ച ഫുഡോ അതിൻ്റെ ടൈമിങ്ങിൻ്റെ പ്രകാരമായിരിക്കും അത്. അപ്പം നമ്മൾ HbA1c എന്ന് പറഞ്ഞൊരു ബേസിക് ടെസ്റ്റ് ചെയ്യാം. അപ്പം നമ്മളതിൽ 5.6 ബിലോ ആണെങ്കിൽ ഒന്നും പേടിക്കണ്ട. 5.6 to 6.5 ഇടയിൽ നമ്മൾ പെടുകയാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഫുഡിൽ കുറച്ച് എക്സസൈസ് അതൊക്കെ ഒന്ന് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ ഡയറ്റിൽ ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് അങ്ങനെയൊക്കെ. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിന്നെയും ഒരു അഡ്വാൻസ് ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാഴ്ചയ്ക്ക് എന്തെങ്കിലും ഡയബറ്റിക് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഒന്ന് കാഴ്ചയ്ക്ക് ഒരു പ്രശ്നം ഇല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പ്, വിഷൻ എത്ര ഉണ്ട്, ബാധിച്ചിട്ടില്ലല്ലോ എന്ന് നമ്മൾ അറിയുന്ന ടൈമും നമുക്കത് ഡയഗ്നോസ് ചെയ്യുന്ന ടൈമും ചിലപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡയബറ്റിക് ആയിരിക്കും അല്ലേ. ഓരോ സ്റ്റേജ് ആവുമ്പോൾ കൂടി അതില് അപ്പൊ ഇതില് ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിലൊരു മാജിക്കൽ വിഷൻ ഉണ്ടാക്കുകയല്ല. മാക്സിമം ഏർലി ഡിറ്റക്ഷൻ, മാക്സിമം നമുക്ക് വിഷൻ പ്രിസർവ് ചെയ്യാം. എത്ര കാഴ്ച നമുക്ക് ആ പേഷ്യന്റിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ. അപ്പോൾ അത് ഏർലി ഡിറ്റക്ഷൻ തന്നെയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ബേസിക് ഷുഗേഴ്സ്, BP, കൊളസ്ട്രോൾ, അങ്ങനെ ബേസിക് ബ്ലഡ് ടെസ്റ്റ് നമുക്കത് എല്ലായിടത്തും പാക്കേജസ് ആയിട്ട് ഇപ്പോൾ എല്ലായിടത്തും അവയർനെസ്സും ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം അലേർട്ട് ആവേണ്ടത്. ഡയബറ്റിക് ആണെങ്കിൽ ഉടനടി വന്ന് കണ്ണും കൂടി ചെക്ക് ചെയ്യുക. നമുക്ക് ഒത്തിരി ഫിസിഷ്യൻസ് റെഫർ ചെയ്യും. അവർക്ക് കാരണം നമ്മൾ പേഷ്യന്റിനെ വിട്ടിട്ട് നോക്കിയിട്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ടെങ്കിൽ പല ഫാക്ടേഴ്സ് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കിഡ്നി ചേഞ്ചസ് പോലും സൈമൾട്ടേനിയസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ നെഫ്രോയിലേക്ക് വിടും. അങ്ങനെ ഇതൊരു മൾട്ടി മോഡൽ മാനേജ്മെന്റ് ആണ്. ഓക്കെ ഡോക്ടർ, അടുത്ത ചോദ്യം, ഡയബറ്റിക് റെറ്റിനോപ്പതിയിൽ ട്രിനിറ്റി ഐ ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് ചികിത്സാ രീതികൾ കൊടുക്കുന്നത്? നമ്മൾ ഇനിഷ്യലി ഡയബറ്റിക് റെറ്റിനോപ്പതി സ്ക്രീനിങ്, ഇതാണ് നമുക്ക് മാൻഡേറ്ററി ആയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഡയബറ്റിക് ആണോ നമ്മൾ എന്തായാലും റെറ്റിനോപ്പതി സ്ക്രീനിങ്ങിന് വരും. അത് നമ്മൾ റുട്ടീൻ OPയിൽ വരുന്നു, മരുന്ന് എത്തിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് റെറ്റിന നോക്കുന്നു. നമ്മൾ കാണുന്നത് അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മുടെ ജനറൽ വിഭാഗത്തിൽ വന്നാൽ പോലും അവർ നമുക്ക് ഫർദർ റെറ്റിന ഡിപ്പാർട്ട്മെന്റിലേക്ക് റെഫർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമ്മൾ അവർക്ക് പേഷ്യൻസിന് അവരുടെ ഗ്ലൈസിമിക് കൺട്രോള്, ഡ്യൂറേഷൻ ഓഫ് ഡയബറ്റീസ് എല്ലാ പാരാമീറ്റേഴ്സും വെച്ചിട്ടാണ് ഫോളോ അപ്പ് പറയുക. ഞാൻ പറഞ്ഞ പോലെ നമ്മളത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, പീഡിയർ അങ്ങനെ ഒരു 4 വിഭാഗമായിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അവരെ ചെക്ക് ചെയ്ത് പവർ വിഷനൊക്കെ ചെക്ക് ചെയ്ത് സ്കാനിങ്ങിലോട്ട് സ്കാനിങ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യം കാണുന്ന ഞരമ്പിന്റെ ഫോട്ടോ അത് ഡോക്യുമെന്റ് ചെയ്യും. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പേഷ്യന്റ് വൺസ് ഡയബറ്റിക് ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റിലുള്ള ആളാണല്ലോ. ഒരു 6 months 1 year കഴിയുമ്പോൾ അവർക്ക് എത്ര മാറ്റങ്ങൾ വരുന്നുണ്ട് അതും നമ്മൾ മോണിറ്റർ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ സപ്പോസ് അവർക്ക് നടുഞ്ഞരമ്പിൽ നീർക്കെട്ട് അങ്ങനെയൊക്കെ വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യന്റിനോട് പറയുന്നു, ഗ്ലൈസിമിക് കൺട്രോൾ അല്ലെങ്കിൽ ഷുഗർ കൺട്രോളിന്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇതിന് വേണ്ടത് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ കണ്ണിന്റെ ഞരമ്പിന്റെ ഉള്ളിലേക്ക് ഇൻട്രാവിട്രിയൽ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷനാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇഞ്ചക്ഷൻ ഒക്കെ ഏത് സമയത്താണ് അവർക്ക്? അത് ഓരോ പേഷ്യന്റിന് ക്ലാസിഫൈ ചെയ്യും. നമ്മൾ എന്താ അസുഖം എന്ന് പറഞ്ഞു കൊടുക്കും. നീർക്കെട്ട് വരുമ്പോൾ അത് OT പ്രൊസീജിയറായിട്ട് സെപ്റ്റിക് പ്രിക്കോഷൻസ് എല്ലാ സേഫ്റ്റിയിലൂടെ അവരെ OTയിൽ കൊണ്ടുപോയിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. കാരണം നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഹൈലി ഒരു ഇൻഫെക്റ്റീവ് ഓറ ഉണ്ട്. അപ്പം നമ്മൾ അത് OTയിലാണ് ചെയ്യുക. ഓഫീസ് പ്രൊസീജിയേഴ്സ് ആയിട്ട് US ചെയ്യുന്നുണ്ട്. ഈ ഇൻട്രാവിട്രിയൽ ഇഞ്ചക്ഷൻസ് പല ഡ്രഗ്സ് ആണ്. ഈ ഡ്രഗ് നമ്മൾ ഡയറക്ട്ലി കണ്ണിന്റെ ഞരമ്പിന്റെ ഉള്ളിലോട്ടാണ് നമ്മളിത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ ലേസർ കാര്യങ്ങളൊക്കെ ഏത് സ്റ്റേജിലാണ്? ലേസർ ഞാൻ പറഞ്ഞ പോലെ ഈ ബ്ലീഡിങ് കൂടുതലായിട്ട് PDR എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് അവർക്ക് പോകുമ്പോൾ പ്രോളിഫറേറ്റീവ് പിക്ചർ, ഈ വെസൽസ് ഫോം ആവുന്നു, ബ്രേക്ക് ആവുന്നു എന്ന് പറഞ്ഞില്ല. അപ്പൊ എന്താ ഉണ്ടാവുക വെച്ചാൽ ഓട്ടോമാറ്റിക്കലി കണ്ണിന്റെ ഞരമ്പിന്റെ ഓക്സിജൻ ഡിമാൻഡ് കുറഞ്ഞു വരുന്നു. ഇത്രയും ബ്ലഡ് ലീക്ക് ആവുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഞരമ്പിന്റെ ചുറ്റും ഈ ഏരിയ മൊത്തം ലേസർ ചെയ്ത് വിടുകയാണ്. ഓക്കെ, ഇത്രയും ഏരിയ നമ്മൾ ലേസർ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ആ ഞരമ്പിലേക്ക് വേണ്ട ഓക്സിജൻ ഡിമാൻഡ് കൂട്ടുക, സൈഡിലെ ഓക്സിജൻ ഡിമാൻഡ് കുറച്ച് സെൻട്രലിലോട്ട് കൂട്ടി കൊടുക്കുക. വിഷൻ പ്രിസർവിങ് ആണ്. കാരണം ഭയങ്കര അഡ്വാൻസ് സ്റ്റേജിൽ പോയാൽ ഞരമ്പ് വിട്ടുവരാം, മുഴുവനായി ഞരമ്പ് വിട്ടുവരാം. ഇനി അത്തരത്തിലൊരു കോംപ്ലിക്കേഷൻ വന്നാൽ പോലും
നമുക്കിവിടെ VR സർജൻസ് ഉണ്ട്. സർജൻസ് അത് ഓപ്പറേറ്റ് ചെയ്ത് ഈ ബ്ലീഡിങ്ങും ഞരമ്പിനെ അറ്റാച്ച് ചെയ്തിട്ട് അതൊരു ഓയിൽ പോലെ ഇട്ടിട്ട് അതിനൊരു സർജറി ഉണ്ട്, വിട്രെക്ടമി എന്ന് പറയും. നമ്മളെല്ലാ അഡ്വാൻസ് ട്രീറ്റ്മെന്റ്സും ഇവിടെ കൊടുക്കും. ട്രിനിറ്റിയിൽ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലോകരാജ്യങ്ങളിൽ തന്നെ ഇന്ത്യ 2ാമതാണ് ഡയബറ്റീസിൽ നിൽക്കുന്നത്. അതിൽ ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയാണ് ഏറ്റവും ഫസ്റ്റ് സ്ഥാനത്തിൽ തന്നെ ഡയബറ്റീസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു നല്ലൊരു ഐ ഹോസ്പിറ്റൽ ചൂസ് ചെയ്ത് അവിടെ വന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കുക. ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ അത് ഫോളോ ചെയ്ത് തന്നെ പോകണം. അതിൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മീൻസ് ഫുഡ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ആ ഡയബറ്റീസ് ആണെങ്കിൽ അതിൻ്റെതായ രീതിയിൽ കൺട്രോൾ ചെയ്തിട്ട് വേണം ലൈഫ് സ്റ്റൈലിൽ പോകാൻ. ഇത്രയും നേരം നമുക്ക് എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സംശയത്തിനെല്ലാം ഉത്തരം നൽകിയ ഡോക്ടർക്ക് നന്ദി പറയുന്നു. അടുത്ത ആഴ്ച വീണ്ടും ഡിയർ ഡോക്ടറിലൂടെ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.